ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഫാം ഇൻസ്പെക്ഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. കാരണം ഇന്ന് നമുക്ക് റണ്ണിങ് കുറവേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഫാം ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടിയെത്താവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു 6 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ടുള്ളത്, പിന്നെ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളും. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്പെക്ഷൻ വഴിയിലാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥിരം ഇൻസ്പെക്ഷൻ ടീം തന്നെയാണ് ഇന്നും ഗ്രൂപ്പിലുള്ളത്. സുരേഷ് മേനോണ്ട്, മിഗ്ദാ സാറ്, ജാൻസി മാഡം, പിന്നെ ഞാനും. അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. താങ്ക് യു. ഫാം ഇൻസ്പെക്ഷനുമായിട്ട് മിഗ്ദാ സാറ്, നഫൽ ഭായ്, ജാസി മാഡം എല്ലാവരും എൻ്റെ ഫാം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. രാത്രി 1 മണിക്കാണ് ഇവർ എത്തിയത്. പിന്നെ എൻ്റെ കൂടും പിന്നെ ഷെഡിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൂട് ചേഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അതേമാതിരി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് 45 ദിവസം മൊത്തത്തിലായിട്ടുണ്ട്. 2 യൂണിറ്റാണ് കൊണ്ടുവന്നത്. അതിൽ കുട്ടികളെ മൊത്തത്തിൽ 47-49 കുട്ടികളോരും മൊത്തത്തിലുണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ പേര് സിദ്ദീഖാണ്. ഞാൻ കൊണ്ടോട്ടി മുതുപറമ്പാണ്. ബാക്കി നഫൽ ഭായ് പറയും. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കുണ്ടോട്ടിയിലുള്ള മിസ്റ്റർ സിദ്ദീഖിൻ്റെ ഫാമിലാണ്. അദ്ദേഹം ഇപ്പോൾ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലഘട്ടം ആയിട്ടുള്ളൂ. എത്ര ഒരു മാസം 45 ദിവസമേ ആയിട്ടുള്ളൂ. 2 യൂണിറ്റ് മുതലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞുങ്ങളങ്ങനെ ആയി തുടങ്ങുന്ന കുഴപ്പമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ആവുന്നുണ്ട്. പിന്നെ ഈ കൂടിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് മാറ്റിയിടാൻ പറ്റുന്നുണ്ട്. കാരണം അപ്പോൾ കൂടുതൽ ഇവർക്ക് 2 യൂണിറ്റ് ആകുമ്പോൾ നമുക്കൊരു 6 കൂടുകൾ, ഇതേ രീതിയിലുള്ള 6 കൂടുകൾ ഇതിനകത്ത് കയറണം. അപ്പോൾ കൂടിൻ്റെ പൊസിഷനും നമ്മൾ മാറ്റിയിടാൻ പറ്റുന്നുണ്ട്. പിന്നെ മേൽക്കൂര ഇതുപോലെ പനയോല കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല ഒരു കൂടും കിട്ടുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷേ സൈഡ് ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഹൈറ്റ് ഇങ്ങനെ കുറവാകുമ്പോൾ നമുക്ക് എയർ പാസിങ് വളരെ ബുദ്ധിമുട്ട് വരും. കാരണം ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗം ഒന്നുകൂടി പുറത്തേക്ക് തള്ളി തൂങ്ങി നിൽക്കുമ്പോൾ എയർ പാസിങ് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ എയർ പാസിങ് നടക്കും. അപ്പോഴേ നമുക്ക് കൂടുതൽ അസുഖങ്ങളൊക്കെ ഇതിന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നെ EM സൊല്യൂഷൻ ഇദ്ദേഹം കൺവേർട്ട് ചെയ്ത് വരുന്നു, തുടങ്ങിയിട്ടില്ല, ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടൊക്കെ പ്രൈമർ അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്കിവിടെ ഒരു വേറെ മറ്റുള്ളൊരു നെഗറ്റീവ് പോയിന്റുകളൊന്നുമില്ല. തറ മണ്ണാണ്, അടിയിൽ ഷീറ്റ് കെട്ടിയിട്ടില്ല, അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. സാധാരണ മണ്ണാണെങ്കിലും ചിലരൊക്കെ ഷീറ്റ് കെട്ടാറുണ്ട്. പിന്നെ ഇത് കാര്യമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. അതായത് സിദ്ദീഖിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ്. അപ്പോൾ 7ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ 7ാം ക്ലാസ്സിലാണ്. ഇനി അതെ. അപ്പോൾ കൂടുതൽ പഠിച്ചത് ഇവരാണ്, ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സിദ്ദീഖ് മാക്സിമം വേണ്ട ഹെൽപ്പൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക, അതെ, അതിൻ്റെ മരുന്ന് കൊടുക്കലും മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്ലീനിങ്ങുകളും കാര്യങ്ങൾ, ഭക്ഷണം കൊടുക്കൽ, വെള്ളം കൊടുക്കൽ എല്ലാം ഇവളാണ് എൻ്റെ താരം. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറയാറ്, നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരും കൂടി നമ്മളൊരു ഇൻവോൾവ് നമ്മുടെ ഈ കാര്യത്തിൽ ഉണ്ടായാലേ നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിലിപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇതുപോലുള്ള ഈ പ്രായമുള്ള കുട്ടികൾക്ക് പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അവൾക്ക് ഇതിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ തെളിയിക്കുന്നത്. 1 മണിയായി, അതെ, ഇപ്പോഴും 1 മണിയായപ്പോഴും ഇപ്പോൾ ഉറങ്ങാതെ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നമ്മളെന്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കണം, നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉറങ്ങാതിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആവശ്യം നമ്മളൊരു കയ്യോടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക.
അപ്പോൾ ഒരുപാട് നമുക്ക് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. അതുപോലെ ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫാം കൂടിയും കവർ ചെയ്യാണ്ട്. ജസ്റ്റ് നമുക്ക് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോൾ അവരൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ടാവും, നമ്മൾ ഉറക്കൊഴിച്ച് നടക്കുകയാണ്. അതെ, ഇപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 4 മണിയാവും സമയം. എന്തായാലും ഇതിനേക്കുള്ള നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട്. താങ്ക് യു. നിങ്ങൾ ഇത് കാല് ഇത്രയും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊരു ഗുണം കൂടി ചെയ്യും. അഥവാ ചൂട് കൂടുകയാണെങ്കിൽ ഞാൻ കയറ് കെട്ടിയിട്ട് അതിനോട് ഇട്ട് കൊടുക്കാന്നുള്ള ഉദ്ദേശത്താണ് വെച്ചത്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഒന്നും കൂടി പഠിക്കാണ്ട്. കാരണം അത് ഫസ്റ്റ് പ്രസവത്തിന്റെ അന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല, എന്താ ചെയ്യേണ്ടത്, എന്താ രീതി ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കും, അപ്പൊ അപ്പളെ ബുക്കിൽ എഴുതി വെക്കും. കാരണം വെച്ചാൽ പിന്നീട് ഇതേമാതിരിയുള്ള മറ്റുള്ളവർക്കുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ടല്ലോ, എനിക്കും വരുമല്ലോ എന്നുള്ള നിലക്ക് ഞാൻ ഇത് ചെയ്തു. പിന്നെയാണ് ഒന്ന് പ്രസവിച്ച് അതിൽ നമ്മൾ ആകെ പിന്നീട് അവിടുന്ന് അങ്ങോട്ടൊക്കെ ലെവലായി കിട്ടി. കാരണം ഞാൻ ഗ്രൂപ്പിൽ വല്ലാതെ ഞാൻ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല. ശല്യം ചെയ്യാത്ത കാരണം എന്താണ്, മറ്റുള്ളവർ പറയുന്നത് എനിക്കും വരാൻ കിട്ടും. അപ്പൊ അതിനും വേണ്ടി നിങ്ങൾ പറഞ്ഞ ഒരു തെറ്റ്, ശല്യം ഒരാൾക്കും ഇല്ല ഗ്രൂപ്പിൽ. ശല്യം ചോദിച്ചതിന് ചോദിക്കണല്ലോ, നമുക്ക് ചോദിക്കണതിൽ എല്ലാവർക്കും സന്തോഷമുള്ളൂ. അത് മനസ്സിലാക്കും. അതൊരു പോസിറ്റീവായിട്ട് ചിന്താഗതിയാണ്. എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങളത് പിന്നെ നിർത്തല്. അതപ്പോ തന്നെ വരുന്ന ഗ്രൂപ്പിൽ ഓരോ പോയിന്റ് നമ്മളെപ്പോഴും ഗ്രൂപ്പിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ വരുന്ന ചർച്ചകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ഫാമിലി എപ്പോൾ ഉള്ളെങ്കിലും വളരെ ഹാപ്പിയാണ്. അതാണ് അറിയേണ്ടത്. പരിപാടികൾ തിരിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആവും. ഞാൻ പിന്നെ സ്ഥലം ഉണ്ടായപ്പോ പിന്നെ കൂടെ ഞങ്ങൾ അടുത്ത ആഴ്ച എൻ്റെ ഒരു പെങ്ങളെ ചെറുക്കണ്ടല്ലോ നാള് ക്ലാസ്സിനെ മുന്നിനെ, അവന് ഇപ്പൊ മദ്രസയിലെ പരീക്ഷയാണ്. ആ പരീക്ഷ കഴിഞ്ഞാൽ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിന്റെ പണി കൊടുക്കും. കൂടുതൽ പെട്ടെന്ന് കുട്ടികള് പെട്ടെന്ന് ഗ്രോത്ത് വരും. 1 മാസം ഇതില് 1-2 ഞാൻ പാല്. ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫാമിംഗ് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് പുലർച്ചെ ഒരു 6 മണിക്കാണ് ഇൻസ്ട്രക്ഷൻ ആരംഭിച്ചത്. ഇപ്പോൾ സമയം ഇതാ പുലർച്ചെ 2:34 2:30 മണി കഴിഞ്ഞു. നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ ഇൻസ്ട്രക്ഷനിലേക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒരു ഫാം മാത്രമാണ് നമുക്ക് ഇന്ന് മിസ്സായത്. അത് കുണ്ടോട്ടിയിലുള്ള മിസ്റ്റർ മുജീബിൻ്റെ ഫാമാണ്. സിദ്ദീഖിൻ്റെ ഫാമിൽ നിന്ന് നമ്മൾ 2 പ്രാവശ്യം അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഫോൺ എടുത്തില്ല. ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കാം കാരണം. അപ്പോൾ നമ്മൾ ഇത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ നടത്തുന്നത് നമ്മുടെ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ കർഷകരെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്തുക. നല്ല കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഫാമിൽ അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ മുംതാസ് സാറ് തിരുവെത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 3:30 മണിയോളം ആവും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ മുംതാസ് സാർ അത് ക്ഷീണിതനാണ്, ജാൻസി മാഡം ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ കൂടെ നമ്മുടെ സുരേഷ് മേനോനുണ്ട്. സുരേഷ് മേനോൻ ഏകദേശം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് ഇപ്പോൾ ഒന്ന് റെസ്റ്റിലാണ്.